പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ മനുഷ്യരെ പോലെ മറ്റൊരു ജീവിവർഗമുണ്ടായിരുന്നു. മനുഷ്യരെക്കാൾ കരുത്തരായ, മരണത്തെ പോലും വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ഭയാനകമായ തീവ്ര വേട്ടക്കാരായിരുന്നു അവര്. വെറും കല്ലും വടിയും ധൈര്യവും മാത്രം ഉപയോഗിച്ച് അവരുടെ 100 മടങ്ങ് വലിപ്പമുള്ള ജീവികളെ പോലും അവര് വേട്ടയാടിയിരുന്നു. ലക്ഷക്കണക്കിന് വർഷക്കാലം അവര് ലോകത്തെ അടക്കി ഭരിച്ചു. കാരണം ആ കാലഘട്ടത്തിൽ അവരായിരുന്നു ലോകത്തിലെ യഥാർത്ഥ അപ്പെക്സ് പ്രെഡറ്റേഴ്സ്. അവരാണ് നിയാണ്ടർതാൽസ്. വംശനാശം സംഭവിച്ചു പോയ മനുഷ്യവർഗങ്ങളിൽ വെച്ച് ഏറ്റവും അതിശയകരമായ ഒരു വർഗമാണ് നിയാണ്ടർതാൽസ്. മനുഷ്യരുമായുള്ള സാമ്യതകൾ കൊണ്ടും മനുഷ്യരും നിയാണ്ടർതാൽസും പൊതുപൂർവികനിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ടും മനുഷ്യരുടെ സഹോദര വർഗമെന്നാണ് നിയാണ്ടർതാൽസിനെ അറിയപ്പെടുന്നത്. എപ്പോഴാണ് നിയാണ്ടർതാൽസ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാലും ഫോസിൽ രേഖകൾ പരിശോധിക്കുമ്പോൾ 4 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇവര് യൂറേഷ്യൻ ഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിയാണ്ടർതാൽസിന്റെ പൂർണ്ണവും അല്ലാത്തതുമായ ആയിരക്കണക്കിന് ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ യൂറേഷ്യയിൽ നിന്നുമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവ യൂറേഷ്യയ്ക്ക് പുറത്തു പോയിട്ടില്ലെന്നാണ് കരുതപ്പെടുന്നത്. 4 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ യൂറേഷ്യയിൽ കഠിനമായ ശൈത്യകാലമായിരുന്നു. അതിനു പുറമെ ആ കാലഘട്ടത്തിലെ യൂറേഷ്യ മൊത്തം ഭീകരമായ ജീവികൾ കൊണ്ട് നിറഞ്ഞതുമായിരുന്നു. അതിനാൽ ഈ തീവ്രമായ അവസ്ഥകളിൽ അതിജീവിക്കാൻ നിയാണ്ടർതാൽസ് വളരെ വിസ്മയാവഹമായ കഴിവുകളുള്ള രീതിയിലാണ് പരിണമിച്ചത്. വിസ്മയാവഹമെന്ന് വെച്ചാൽ മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരെ അമാനുഷിക ശക്തികൾ ഉള്ളവരെന്ന് തന്നെ വിളിക്കാൻ കഴിയും. പെട്ടെന്ന് നോക്കുമ്പോൾ അവരും നമ്മളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പ്രധാന വ്യത്യാസം ഉയരമാണ്. മനുഷ്യരെക്കാൾ ശരാശരി 12 സെന്റിമീറ്ററോളം ഉയരം കുറവാണ് നിയാണ്ടർതാൽസിന്. പക്ഷെ അത് ശരാശരി കണക്കാണ്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിയാണ്ടർതാൽ ഫോസിലിന് ഏകദേശം 178 സെന്റിമീറ്റർ ഉയരമുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ശരാശരി ഇന്ത്യക്കാരനേക്കാൾ കൂടുതൽ ഉയരം. എന്തായാലും ബലിഷ്ഠമായ എല്ലുകളാണ് നിയാണ്ടർതാൽസിന്റെ ഒരു പ്രധാന സവിശേഷത. അവരുടെ ശരീരത്തിലെ ഓരോ എല്ലും മനുഷ്യരുടേതിനേക്കാൾ കട്ടിയും സാന്ദ്രതയും കൂടിയതാണ്. അത് മാത്രമല്ല, തുടയെല്ലും കാൽമുട്ടും കൈകളുമൊക്കെ ഒരുപാട് വലിപ്പം കൂടുതലുള്ളതുമാണ്. ഇതെല്ലാം തന്നെ അവര് വളരെയധികം മസ്കുലാർ ആയിരുന്നു എന്നതിന്റെ തെളിവുകളാണ്. ഇന്നത്തെ ബോഡി ബിൽഡേഴ്സൊക്കെ നിയാണ്ടർതാൽസിന് മുന്നിൽ ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. ചുരുക്കി പറഞ്ഞാൽ അവര് നമ്മളെക്കാൾ വളരെയധികം ശക്തിശാലികളായിരുന്നു. അന്നത്തെ കാലത്തിൽ അതിജീവിക്കാൻ ഇത്രയും ശക്തിശാലികളായേ പറ്റൂ. ഒരിക്കൽ നിയാണ്ടർതാൽസിന്റെ 100 കണക്കിന് അസ്ഥികൂടങ്ങളിൽ നടത്തിയ ഒരു പഠനത്തിൽ 94% നിയാണ്ടർതാൽസിനും മാരകമായി എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുള്ളതിന്റെ അടയാളമുണ്ട്. മാരകമെന്ന് വെച്ചാൽ എല്ലുകൾ പൊട്ടിയതിന്റെയും ഒടിഞ്ഞതിന്റെയും ശരീരഭാഗങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതിന്റെയും തലയോട്ടികൾ പിളർന്നതിന്റെയും ഒക്കെ അടയാളങ്ങൾ. അതിന്റെ ഏറ്റവും തീവ്രമായ ഒരു ഉദാഹരണമാണ് ശനിദാർ 1 എന്ന് പേര് നൽകിയിരിക്കുന്ന ഒരു അസ്ഥികൂടം. ഇത് വളരെ വയസ്സായ ഒരു നിയാണ്ടർതാൽ അപ്പൂപ്പന്റെ അസ്ഥികൂടമാണ്. ചെറുപ്രായത്തിൽ തന്നെ ഈ നിയാണ്ടർതാലിന്റെ വലത് കൈ മുറിഞ്ഞുപോയി. ഇടത് ഷോൾഡറിലെ ഒരു എല്ല് തകർന്നിട്ടുണ്ട്. തലയിൽ ശക്തമായ പ്രഹരം കിട്ടിയിട്ടുണ്ട്. ആ പ്രഹരം കാരണം ഇടത് കണ്ണ് പോലും നഷ്ടപ്പെട്ടു. കേൾവി ശക്തി പോലും പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിൽ 2 ചെവികളും ആകെ നശിച്ചു പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ നിയാണ്ടർതാൽ അപ്പൂപ്പന്റെ ജീവിതം മൊത്തത്തിൽ നരകതുല്യമായിരുന്നിരിക്കും. നിയാണ്ടർതാൽസ് തമ്മിലുള്ള ഫൈറ്റും തീവ്രമായ വേട്ട രീതികളുമാണ് നിയാണ്ടർതാൽസിന് ഇത്രയേറെ പരിക്കുകൾ പറ്റുന്നതിന്റെ ചില കാരണങ്ങൾ. എന്നാൽ ഏറ്റവും പ്രധാന കാരണമെന്നത് മറ്റ് ജീവികളുടെ ആക്രമണമാണ്. ഒരു പഠന റിപ്പോർട്ടിൽ 74% നിയാണ്ടർതാൽസിന്റെ അസ്ഥികൂടങ്ങളിലും എന്തെങ്കിലും ജീവികൾ വയലന്റ് ആയിട്ട് ആക്രമിച്ചതിന്റെ അടയാളങ്ങളുണ്ട്. അതിൽ 21% വലിയ പൂച്ചവർഗ്ഗങ്ങളാണ്, 17% ചെന്നായകൾ, ബാക്കി 36% കരടികളും. ഇതിൽ അത്ഭുതാവഹമായ കാര്യം എന്താണെന്നാൽ ഇതൊന്നും നിയാണ്ടർതാൽസിനെ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചതിന്റെ പാടുകളല്ലെന്നാണ് ഗവേഷകർ കരുതുന്നത്. മറിച്ച് ആ ജീവികളെ നിയാണ്ടർതാൽസ് വേട്ടയാടുന്നതിനിടയിൽ അവ സ്വയരക്ഷയ്ക്ക് വേണ്ടി തിരിച്ചാക്രമിച്ചതാണ്. അപ്പോൾ തന്നെ നിയാണ്ടർതാൽസ് എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാണ്ടാമൃഗം, കുതിര, വൂളി മാമത്ത്, ആന, കാട്ടുപോത്ത് അങ്ങനെ കണ്ണിൽ കാണുന്ന എല്ലാ ജീവികളെയും നിയാണ്ടർതാൽസ് വേട്ടയാടിയിരുന്നു. ഇതിൽ മിക്ക ജീവികൾക്കും സാധാരണഗതിയിൽ പ്രൊഡക്റ്റേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്തവയാണ്. എന്നുവെച്ചാൽ അവ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ അവയെ വേട്ടയാടാൻ മാത്രം കരുത്തരായ മറ്റ് ജീവികളൊന്നും സാധാരണ ഉണ്ടായിരിക്കില്ല. ഉദാഹരണത്തിന് സ്ട്രെയിറ്റ് ടസ്ക്ഡ് എലഫന്റ്സ്. ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുതരം ആനയാണ്. പേര് പോലെ തന്നെ ഇവയുടെ കൊമ്പുകൾ താരതമ്യേന കുറച്ച് സ്ട്രെയിറ്റ് ആണ്. ഇതിന് ഇന്നത്തെ ശരാശരി ആഫ്രിക്കൻ ആനകളുടെ ഇരട്ടിയിൽ കൂടുതൽ വലിപ്പമുണ്ടായിരുന്നു.
13,000 കിലോഗ്രാമിൽ കൂടുതലാണ് ഇവയുടെ ശരാശരി ഭാരം. അന്ന് കരയിലെ ഏറ്റവും വലിയ ജീവിയായിരുന്നു ഇത്. മറ്റൊരു ജീവിയും ഇതിനെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല. പക്ഷേ ഇവയെ പോലും നിയാണ്ടർതാൽസ് വേട്ടയാടിയിരുന്നു, അതും നിരന്തരമായിട്ട്. ജർമ്മനിയിലെ 1,25,000 വർഷങ്ങൾ പഴക്കമുള്ള ന്യൂമാർക്ക് നോഡ് എന്നൊരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നും സ്ട്രെയിറ്റ് ടസ്ക്ഡ് ആനകളെ നിയാണ്ടർതാൽസ് വേട്ടയാടിയിരുന്നതിന്റെ നിരവധി തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ആനകളുടെ പല ഫോസിൽസിലും നിയാണ്ടർതാൽസിന്റെ ആയുധങ്ങൾ കൊണ്ടിട്ടുള്ള പാടുകൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ ചുമർ ചിത്രങ്ങളിലൂടെ നിയാണ്ടർതാൽസ് ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതുപോലെ മറ്റൊരു ഭീകര ജീവിയായിരുന്നു കേവ് ലയൺ. ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സിംഹവർഗമാണ്. ഈ സിംഹങ്ങൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ ഇവ തന്നെ ആയിരുന്നു അപെക്സ് പ്രെഡറ്റേഴ്സ്. എന്നുവെച്ചാൽ ഇവ മറ്റെല്ലാ ജീവികളെയും വേട്ടയാടും, എന്നാൽ ഇവയെ വേട്ടയാടാൻ മാത്രം കരുത്തരായ വേറെ ജീവികളൊന്നുമില്ല. എന്നാൽ നിയാണ്ടർതാൽസ് വന്ന ശേഷം കേവ് ലയൺസിനെയും അവര് നിരന്തരം വേട്ടയാടിയിരുന്നു. അതിനാൽ അന്നത്തെ കാലത്ത് നിയാണ്ടർതാൽസ് തന്നെയായിരുന്നു അപെക്സ് പ്രെഡറ്റേഴ്സ്. നിയാണ്ടർതാൽസിനെ പൊതുവെ വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത വെറും മൃഗങ്ങളെ പോലെ പെരുമാറുന്ന രാക്ഷസന്മാരായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് വർഷക്കാലം യൂറേഷ്യയിലുടനീളമുള്ള വൈവിധ്യമാർന്ന പരിസ്ഥിതികളിൽ അതിജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും നിയാണ്ടർതാൽസിനെ സഹായിച്ചത് തീർച്ചയായും അവരുടെ ബുദ്ധിശക്തി തന്നെയാണ്. വലിയ മൃഗങ്ങളെ കൂട്ടം കൂടി തന്ത്രപൂർവ്വം വേട്ടയാടുക, ഉപകരണങ്ങൾ സൃഷ്ടിക്കുക, പ്രതീകാത്മക ചിന്തകൾ ഉണർത്തുക, ആയുധങ്ങൾ നിർമ്മിക്കുക, അങ്ങനെ സങ്കീർണമായ ഒരുപാട് പെരുമാറ്റ രീതികൾ നിയാണ്ടർതാൽസിനുണ്ടായിരുന്നുവെന്നാണ് ആർക്കിയോളജിക്കൽ തെളിവുകളും ഗവേഷണങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നത്. തലയോട്ടിയുടെ ഘടന വെച്ച് നോക്കുമ്പോൾ അവരുടെ തലച്ചോറിന്റെ വലിപ്പവും ഏകദേശം ആധുനിക മനുഷ്യന്റേതിന് സമാനമാണ്. അപ്പോൾ തീർച്ചയായും ബുദ്ധിയിൽ അവർ ഒരുപാട് പിന്നിലായിരിക്കാൻ സാധ്യതയില്ല. നിയാണ്ടർതാൽസ് വിദഗ്ധരായ ഉപകരണ നിർമ്മാതാക്കളുമായിരുന്നു. ലെവാലോയിസ് ടെക്നിക് ഉപയോഗിച്ച് കല്ലിന്റെ കാമ്പുകളിൽ നിന്ന് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇവർക്കറിയാമായിരുന്നു. ബിർച്ച് ടാർ ഉപയോഗിച്ച് പശ നിർമ്മിക്കുന്നതിനുള്ള നൂതന രീതികളും അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ പശ ആയുധങ്ങളിലും ഉപകരണങ്ങളിലുമൊക്കെ കൈപ്പിടികളും മറ്റുമൊക്കെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ കാര്യമായ ആസൂത്രണവും വൈദഗ്ധ്യവും ആവശ്യമായ കാര്യങ്ങളാണ്. പാചകം ചെയ്യാൻ, ചൂട് കിട്ടാൻ, സംരക്ഷണമേകാൻ, അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പതിവായിട്ട് തീ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ആർക്കിയോളജിക്കൽ തെളിവുകളിൽ നിന്നുമുള്ള നിഗമനമനുസരിച്ച് നിയാണ്ടർതാൽസ് കൂട്ടത്തിലുള്ള രോഗികളെയും മുറിവേറ്റവരെയുമൊക്കെ പരിചരിക്കുകയും മരണപ്പെടുന്നവരെ സംസ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് അവർക്കിടയിലെ സാമൂഹിക ഘടനയെയും സഹാനുഭൂതിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവര് വെറും മൃഗങ്ങളെ പോലെ ആയിരുന്നില്ല, മറിച്ച് മനുഷ്യരെ പോലെ തന്നെ വളരെ ബുദ്ധിശക്തിയുള്ളവരും സാമൂഹികവുമായ ജീവികളായിരുന്നു. പക്ഷേ നിയാണ്ടർതാൽസ് ഇത്രയേറെ സക്സസ്ഫുൾ ആയിരുന്നിട്ടും എങ്ങനെയാണ് അവർക്ക് പൂർണ്ണമായും വംശനാശം സംഭവിച്ചത്? ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുൻപാണ് അപെക്സ് പ്രെഡറ്റേഴ്സ് ആയ നിയാണ്ടർതാൽസിന് വംശനാശം സംഭവിച്ചത്. നിർഭാഗ്യവശാൽ എങ്ങനെയാണ് അവ നശിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചില നിഗമനങ്ങളുണ്ട്. യൂറേഷ്യയിൽ മാരകമായ മറ്റൊരു വർഗം പ്രെഡറ്റേഴ്സ് എത്തിയ ശേഷമാണ് നിയാണ്ടർതാൽസിന് തിരോധാനം സംഭവിച്ചത്. അത് യഥാർത്ഥത്തിൽ മനുഷ്യവർഗമായിരുന്നു, അതായത് ഹോമോ സാപ്പിയൻസ്. ഏകദേശം 55,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 50,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് മനുഷ്യര് യൂറേഷ്യയിൽ എത്തിയത്. പിന്നെ 10,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിയാണ്ടർതാൽസിന് വംശനാശവും സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നിയാണ്ടർതാൽസിന്റെ വംശനാശത്തിന് പിന്നിലെ കാരണം ഒരുപക്ഷെ മനുഷ്യരുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കുമെന്നതാണ് പ്രധാന നിഗമനം. അതൊരുപക്ഷെ നേരിട്ടുള്ളതോ അല്ലാത്തതോ ആയ ഏറ്റുമുട്ടലായിരിക്കാം. നേരിട്ടുള്ളതായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിയാണ്ടർതാൽസ് വളരെ ശക്തിശാലികളാണെന്ന് മനുഷ്യർക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് അവരുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനേ മനുഷ്യരെ ശ്രമിക്കുകയുള്ളൂ. നേരിട്ടല്ലാത്ത ഏറ്റുമുട്ടൽ എന്ന് വെച്ചാൽ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരുടെയും നിയാണ്ടർതാൽസിന്റെയും വേട്ടയാടുന്ന രീതികൾ വ്യത്യസ്തമായിരുന്നു. നിയാണ്ടർതാൽസിന്റെ അമിതമായ മസിൽസും ഭാരവുമൊക്കെ കാരണം നിയാണ്ടർതാൽസിന് മനുഷ്യരുടെ അത്ര എൻഡ്യൂറൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇരകളെ ഓടിച്ചിട്ട് പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അതിനാൽ നിയാണ്ടർതാൽസ് ആംബുഷ് പ്രെഡറ്റേഴ്സ് ആയിരുന്നു. അതായത് പതിയിരുന്ന ശേഷം ഇരകൾ അടുത്തെത്തുമ്പോൾ കുതിച്ചു ചാടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി. നിർഭാഗ്യവശാൽ ഇവര് അമ്പും വില്ലും ഒന്നും ഉപയോഗിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചതിന്റെ തെളിവുകളൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അമ്പും വില്ലും മാത്രമല്ല, അകലെ നിന്നും എറിയുന്ന രീതിയിലുള്ള ഒരു തരത്തിലുമുള്ള ആയുധങ്ങളും നിയാണ്ടർതാൽസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിന് പകരം വലിയ കുന്തങ്ങൾ ഉപയോഗിച്ച് ഇരകളുടെ ദേഹത്ത് കുത്തി ഇറക്കിയാണ് അവര് ഇരകളെ കൊന്നിരുന്നത്. ഈ രീതിയിൽ ഇരകളെ ആക്രമിക്കണമെങ്കിൽ അതിന് ഇരകളുടെ വളരെ അടുത്ത് പോകേണ്ടതുണ്ട്. ഇങ്ങനെ ഇരകളുടെ വളരെ അടുത്ത് പോകുന്നത് കൊണ്ടാണ് നിയാണ്ടർതാൽസിന് നിരന്തരം ഇരകളിൽ നിന്നും പരിക്കുകൾ പറ്റിയിരുന്നത്.
എന്നാൽ മനുഷ്യര് പ്രധാനമായും പെർസിസ്റ്റൻസ് ഹണ്ടേഴ്സ് ആണ്. അതായത് ആവശ്യത്തിന് സമയമെടുത്ത് ഇരകളെ കൃത്യമായിട്ട് നിരീക്ഷിച്ച ശേഷം അവയെ ഒരുപാട് ദൂരം ഓടിച്ചിട്ട് പിടിക്കുന്ന രീതി. കാരണം എൻഡ്യൂറൻസ് കൂടുതലുള്ള രീതിയിലാണ് മനുഷ്യര് പരിണമിച്ചത്. അതുമാത്രമല്ല, ഇരകളെയൊക്കെ അകലെ നിന്നും കുന്തം കൊണ്ട് എറിഞ്ഞും പിന്നെ അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ചുമാണ് ആക്രമിച്ചിരുന്നത്. അല്ലാതെ ആദ്യമേ തന്നെ ഇരകളുടെ അടുത്ത് ചെന്ന് കയറി കൊടുക്കില്ല. അതിനാൽ തന്നെ മനുഷ്യർക്ക് നിയാണ്ടർതാൽസിനേക്കാൾ ഒരുപാട് സേഫ് ആയിട്ട് വേട്ടയാടാൻ കഴിഞ്ഞിരുന്നു. മറ്റൊരു കാര്യമെന്നത് മനുഷ്യർക്ക് സാഹചര്യത്തിനനുസരിച്ച് വേട്ടയാടുന്ന രീതിയും മാറ്റാൻ കഴിഞ്ഞിരുന്നു. ആംബുഷ് ഹണ്ടിംഗ് ആണ് ആവശ്യമെങ്കിൽ അതും മനുഷ്യർ ഉപയോഗിക്കും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ വേട്ടയാടുന്ന രീതികൾ നിയാണ്ടർതാൽസിനേക്കാൾ ഒരുപാട് എഫിഷ്യന്റ് ആയിരുന്നു. അങ്ങനെ മനുഷ്യര് കാരണം കാലക്രമേണ നിയാണ്ടർതാൽസിന് ഇരകളെ ആവശ്യത്തിന് കിട്ടാതായി. അങ്ങനെയാണ് ആഹാരമില്ലാതെ നിയാണ്ടർതാൽസിന് പതിയെ വംശനാശം സംഭവിച്ചത്. ആഹാരത്തിന്റെ ദൗർലഭ്യത തീർച്ചയായും ആ സമയം മനുഷ്യരെയും ബാധിച്ചിട്ടുണ്ടാകും. എന്നാൽ മനുഷ്യർക്കാണെങ്കിൽ നിയാണ്ടർതാൽസിന്റെ അത്ര ആഹാരം ആവശ്യമില്ല. അപ്പോൾ നിയാണ്ടർതാൽസിന്റെ അത്രത്തോളം വേട്ടയാടേണ്ട കാര്യവുമില്ല. പിന്നെ ചെറിയ മൃഗങ്ങളെ വേട്ടയാടിയാലും മനുഷ്യർക്ക് ആവശ്യത്തിനുള്ള ആഹാരം ലഭിക്കും. എന്നാൽ നിയാണ്ടർതാൽസിന് അങ്ങനെയല്ല. അവരുടെ ആവശ്യത്തിനനുസരിച്ച് വലിയ മൃഗങ്ങളെ തന്നെ വേട്ടയാടിയേ പറ്റൂ. എന്തായാലും നിയാണ്ടർതാൽസിന്റെ തിരോധാനത്തിന് പിന്നിൽ മറ്റൊരു വലിയ കാരണവും കൂടെ ഉണ്ടെന്നാണ് ഗവേഷകർ കരുതുന്നത്. എന്താണെന്നാൽ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 40,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ യൂറേഷ്യയിൽ തീരെ അസ്ഥിരമായ വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അതും നിരന്തരമായിട്ട്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് വെച്ചാൽ യൂറേഷ്യ മൊത്തം ഇടയ്ക്കിടയ്ക്ക് തീവ്രമായ ശൈത്യകാലത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അത് കാരണം പരിസ്ഥിതികൾ തന്നെ ആകെ മാറിപ്പോകും. അതിൽ പ്രധാനമായും മഞ്ഞ് കാരണം കാടുകളും സസ്യജാലങ്ങളും ഒക്കെ നശിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ആഹാര ശൃംഖലയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് സസ്യജാലങ്ങൾ. അതില്ലാതായാൽ ആഹാര ശൃംഖല മൊത്തത്തിൽ തകരും. ഏതൊരു ആവാസ വ്യവസ്ഥയിലായിരുന്നാലും അപ്പെക്സ് പ്രെഡേറ്റേഴ്സിനെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം അവയാണ് ആഹാര ശൃംഖലയുടെ ഏറ്റവും മുകളിലിരിക്കുന്നത്. അതിനാൽ തന്നെ അവരെ താഴെയുള്ള മൊത്തം ജീവജാലങ്ങളെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് പറയാം. കാരണം സസ്യജാലങ്ങൾ ഇല്ലാതാകുമ്പോൾ അവയെ ആഹാരമാക്കുന്ന സസ്യഭുക്കുകളുടെ എണ്ണം കുറയും. സസ്യഭുക്കുകൾ കുറയുമ്പോൾ അവയെ ആഹാരമാക്കുന്ന മാംസഭുക്കുകൾ കുറയും. ഏറ്റവും മുകളിലുള്ള അപ്പെക്സ് പ്രെഡേറ്റേഴ്സ് തീർച്ചയായും മാംസഭുക്കുകളായിരിക്കും. അങ്ങനെയാണ് അപ്പെക്സ് പ്രെഡേറ്റേഴ്സിന് ആഹാരം കിട്ടാതാകുന്നത്. ഇങ്ങനെ ഒരുപാട് കാലം തുടർന്നാൽ കാലക്രമേണ അവയ്ക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്യും. ഇത് എല്ലാ കാലത്തിലും ഇങ്ങനെ തന്നെയാണ്. ഏതൊരു മഹാവംശനാശം എടുത്തു നോക്കിയാലും അതിൽ ആദ്യം നശിച്ചത് ആ കാലത്തിലെ അപ്പെക്സ് പ്രെഡേറ്റേഴ്സ് ആയിരിക്കും. അത് തന്നെയാണ് നിയാണ്ടർതാൽസിനും സംഭവിച്ചത്. നിയാണ്ടർതാൽസ് തീവ്രമായി ഒരുപാട് ശൈത്യകാലങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യരുമായുള്ള ഏറ്റുമുട്ടൽ കാരണം ഓൾറെഡി നിയാണ്ടർതാൽസ് വീഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ശൈത്യകാലവും കൂടെ ആയപ്പോൾ നിയാണ്ടർതാൽസിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. അങ്ങനെ അവസാനം അവയ്ക്കും വംശനാശം സംഭവിച്ചു.